ശബരിമലയിൽ നാളെയാണ് മണ്ഡല പൂജ. അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തി ദീപാരാധന നടന്നു. വൈകിട്ട് 6:30യോടെയാണ് തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിയത്. കണ്ണൻ നായരുണ്ട്. കണ്ണൻ, മണ്ഡലകാലത്തിന് പൂർണ്ണത നൽകുന്ന തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന അത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നാളെയാണ് മണ്ഡല പൂജ നടക്കുന്നത്. അയ്യപ്പ ഭക്തർ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ 41 ദിവസം നീണ്ട ആത്മസമർപ്പണത്തിന്റെ പരിസമാപ്തി മണ്ഡല പൂജ നാളെയാണ്. എത്രത്തോളമാണ് അവിടെ തിരക്കും കാര്യങ്ങളുമൊക്കെ? എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? ഭക്തിയുടെ പാരമ്യതയിലാണ് സന്നിധാനമുള്ളത്. ശരണം വിളികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിലാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന അല്പസമയം മുമ്പ് ശ്രീകോവിലിൽ നടന്നത്. 5 മണിയോടുകൂടിയാണ് തങ്കയങ്കി ഘോഷയാത്ര ശരംകുത്തിയിലേക്ക് എത്തിയത്. അവിടെ നിന്ന് തന്ത്രിയും മേൽശാന്തിയും നിയോഗിച്ച ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, പോലീസ് അയ്യപ്പന്മാർ, ഒപ്പം തന്നെ മറ്റ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ എല്ലാവരും ചേർന്ന് ഈ തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിച്ച് ആനയിച്ച് നടപ്പന്തൽ വഴി തഴയത്തിമുറ്റം വഴി 18-ാം പടി കടത്തി ശ്രീകോവിലിനുള്ളിലേക്ക് എത്തിച്ചു. അതിനുശേഷം തങ്കയങ്കി ചാർത്താനുള്ള ചെറു സമയമാണ് എടുത്തത്. ഏതാണ്ട് 10 മിനിറ്റിനുള്ളിൽ തന്നെ തങ്കയങ്കി ചാർത്തി. ആ സമയത്ത് ഒട്ടേറെ ഭക്തന്മാർ ശരണം വിളിച്ചുകൊണ്ട് കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഒന്നായിട്ടുള്ള മണ്ഡലപൂജ നാളെയാണ് നടക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഈ തങ്കയങ്കിയും ചാർത്തിയുള്ള ദീപാരാധന നടക്കുന്നത്. നാളെ 9:45 നെയ്യഭിഷേകം അവസാനിപ്പിക്കും. അതിനുശേഷം 10:30-ക്കും 11:00-ക്കും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ് മണ്ഡല പൂജ നടക്കുന്നത്. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളുടെ പൂർണ്ണതയിലേക്ക് എത്തുന്ന ഒരു ദിവസമാണ് നാളെ എന്ന് പറയുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഭക്തിയുടെ പാരമ്യത്തിലാണ് ശബരിമല സന്നിധാനം. നാളെയാണ് അയ്യപ്പ ഭക്തർ ഏറ്റവും അധികം കാത്തിരിക്കുന്ന മണ്ഡല പൂജ നടക്കുന്നത്.